നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ഒതളൂരിൽ 15 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒതളൂർ മുപ്പത്തിൽ പവദാസിന്റെ മകൾ നിവേദിയാണ് മരിച്ചത്. വീടിനകത്ത് ബാത്റൂമിൽ കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ട നിവേദിയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ചെർളയം ബദനി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ശനിയാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. റീന മാതാവും ആദിത്യ സഹോദരിയുമാണ്. ചങ്ങരംകുളം വളയംകുളത്ത് നിയന്ത്രണം വിട്ട മിനിലോറി മരത്തിലിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. മഞ്ചേരി സ്വദേശി 38 വയസ്സുള്ള ജംഷീദിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ജംഷീദിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംസ്ഥാന പാതയിൽ വളയംകുളം സെന്ററിൽ വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്ന് ഫ്ലക്സ് ബോർഡിന്റെ ജോലി കഴിഞ്ഞ് മഞ്ചേരിയിലേക്ക് തിരിച്ചു വരികയായിരുന്ന സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മിനിലോറി പൂർണ്ണമായും തകർന്നു. സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ വിൽപ്പനയ്ക്ക് വെച്ച കോൺക്രീറ്റ് ശില്പങ്ങളിലേക്ക് പാഞ്ഞുകയറി. കാർ യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മലപ്പുറത്ത് പോയി വന്നിരുന്ന വടക്കാഞ്ചേരി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. തൃശൂർ റോഡിലേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് വിൽപ്പനയ്ക്ക് വെച്ച കോൺക്രീറ്റ് ചട്ടികളിലും ശില്പങ്ങളും തകർത്ത് നിൽക്കുകയായിരുന്നു. ചെറുതുരുത്തി റെയിൽവേ മേൽപ്പാലത്തിലെ ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 2 മേൽപ്പാലങ്ങളിൽ ഒന്നിലെ ഉരുക്ക് ഗർഡറുകളാണ് മാറ്റിസ്ഥാപിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിർമ്മാണത്തിനാവശ്യമുള്ള സാധനങ്ങൾ ഭാരതപ്പുഴയ്ക്ക് സമീപം എത്തിച്ചിരുന്നു. ഭാരതപ്പുഴയിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് താൽക്കാലിക റോഡ് പണിയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏപ്രിൽ അവസാന ആഴ്ചയിലാണ് ഗർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് പണികൾ നടന്നിരുന്നത്. പറഞ്ഞതിനു മുന്നേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കരാർ ഏറ്റെടുത്ത ജയ്പൂർ ആസ്ഥാനമായ കിരൺ ഇൻഫ്ര എന്ന കമ്പനി. 4 ദിവസങ്ങളിലായി 4 മണിക്കൂർ വീതമാണ് നിർമ്മാണത്തിനായി റെയിൽവേ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചത്. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 13 തൂണുകളിലായി 14 ഗർഡറുകളാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചത്. തൊട്ടടുത്ത പാലത്തിന്റെ മുകളിലെ ഗർഡറുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഇതിനുവേണ്ടിയുള്ള ഗർഡറുകൾ റെയിൽവേയുടെ തമിഴ്നാട്ടിലെ ആറക്കോണം പ്ലാന്റിൽ നിർമ്മിച്ചു വരികയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2ാമത്തെ പാലത്തിന്റെയും ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ് തളി. ഒരാഴ്ച മുൻപ് വരെ ജലസമൃദ്ധമായിരുന്ന പട്ടാമ്പി ചെങ്ങണാംകുന്ന് തടയണ വറ്റിവരളുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കും തടയണയിലെ വെള്ളം വറ്റുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. വേനൽ രൂക്ഷമായി തുടർന്നാൽ തടയണ വറ്റിവരളും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത വേനലിലും പട്ടാമ്പി ഭാരതപ്പുഴയിലെ ഓങ്ങല്ലൂർ ചെങ്ങാളംകുന്ന് തടയണ ജലസമൃദ്ധമായിരുന്നു. ഇത്തവണയും തടയണയിൽ ജലസമൃദ്ധി ഉണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പ് വരെ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. തടയണയും വരൾച്ചയുടെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ശക്തമായ ചൂടിൽ പുഴയിലെ ജലസമൃദ്ധി വറ്റി വരണ്ടു തുടങ്ങി. ഏതാനും ദിവസങ്ങളിലേക്ക് അവശേഷിക്കുന്ന വെള്ളം കൂടിയാണ് ഇപ്പോൾ ഈ തടയണയിൽ നിലനിൽക്കുന്നുള്ളൂ. വലിയ തോതിലുള്ള ജലസംഭരണം ഇവിടെ നടന്നിരുന്നുവെങ്കിലും കടുത്ത വേനലിൽ പുഴ ഇവിടെ വറ്റി വരളുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത്തവണ 2 അടിയിൽ താഴെ മാത്രമാണ് ജലസംഭരണം ഉണ്ടായിരുന്നുള്ളൂ. വേനൽ രൂക്ഷമായതോടെ ജലം വറ്റി വരളുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനായത്. ഷൊർണൂർ ഭാഗത്തേക്ക് 1 കിലോമീറ്ററോളം വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം പകുതിയിലേറെ കുറഞ്ഞു കഴിഞ്ഞു. പട്ടാമ്പി ഭാഗത്തേക്കാകട്ടെ നീർച്ചാല് പോലുമില്ലാത്ത അവസ്ഥയിലാണ് പുഴ കിടക്കുന്നത്. ഓങ്ങല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതും ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ ഈ ജലസംഭരണിയുടെ മുഴുവൻ വെള്ളവും വറ്റിവരളുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത് കുടിവെള്ള പദ്ധതികളെ വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലേക്കും ടാങ്കർ ലോറികളിലാണ് കുടിവെള്ളം എത്തിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജൂൺ 3-ലെ പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷത്തിന് തുടക്കമാവുക. അതിനു മുന്നോടിയായി സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളും പരിസരവും വൃത്തിയാക്കണം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം.
ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, ഹോർഡിംഗ്സ് എന്നിവ മാറ്റണം. സ്കൂളിലേക്കുള്ള വഴി, പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ, വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ. സ്കൂൾ ബസ്സുകൾ, സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം. എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം. ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം. വസ്ത്രം, പുസ്തകം, ഉച്ചഭക്ഷണം ഉറപ്പാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കാൻ കുട്ടികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവരുടെ സഹകരണവും ഉറപ്പുവരുത്തണം. രക്ഷാകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് CCTV. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. സംസ്ഥാന പാതയിൽ കോലിക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വട്ടമാവ് സ്വദേശികളായ 30 വയസ്സുള്ള ഫാറൂഖ്, 26 വയസ്സുള്ള ഫായിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഫാറൂഖിനെ പിന്നീട് വിദഗ്ധ ചികിത്സക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ കോലിക്കര ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് അപകടം. അപകടത്തിൽ 2 സ്കൂട്ടറുകളും ഭാഗികമായി തകർന്നു. വേനൽ ചൂട് കനത്തതോടെ നിരവധി ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന വെള്ളിയാങ്കല്ല് തടയണയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. മേഖലയിലെ കനത്ത ചൂട് മൂലമുള്ള ജലബാഷ്പീകരണവും തടയണയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും കുടിവെള്ള വിതരണ പമ്പിങ്ങുമെല്ലാം ജലനിരപ്പ് ദിനംപ്രതി താഴ്ത്തുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് തടയണയുടെ പരമാവധി സംഭരണശേഷിയായ 3.5 മീറ്റർ ജലനിരപ്പുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ജലനിരപ്പ് 1 മീറ്ററിലും താഴെയെത്തി. തടയണയുടെ മധ്യഭാഗങ്ങളിൽ മണൽത്തിട്ടകളും പുൽത്തകിടികളും പുറത്തു കണ്ടു തുടങ്ങി. ജലനിരപ്പ് താഴ്ന്നതോടെ തടയണയിലെ വെള്ളത്തിന് നിറവ്യത്യാസവും കണ്ടു. വേനൽ മഴ പെയ്യുന്നത് ഇനിയും നീണ്ടാൽ പുഴയെ ആശ്രയിച്ചുള്ള പല കുടിവെള്ള വിതരണ പദ്ധതികളുടെ പ്രവർത്തനവും അവതാളത്തിലാകുമെന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. ജില്ലയിൽ പട്ടാമ്പി താലൂക്കിലെ 8ഓളം പഞ്ചായത്തുകൾ, തൃശൂർ ജില്ലയിലെ ചാവക്കാട്, കുന്നംകുളം, ഗുരുവായൂർ നഗരസഭകൾ, 5 പഞ്ചായത്തുകൾ എന്നിവയുടെയെല്ലാം പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് തടയണ. തടയണ വറ്റിയാൽ ഇവയുടെ പ്രവർത്തനം സ്തംഭിച്ച് പ്രദേശങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലേക്ക് അമരും. പുഴ മെലിയുമ്പോൾ തൃത്താലയും കൊടും ചൂടിൽ വരണ്ടുണങ്ങുകയാണ്. മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളെയെല്ലാം കൊടും ചൂടും കുടിവെള്ളക്ഷാമവും പൊറുതിമുട്ടിക്കുകയാണ്. CCTV ന്യൂസ്, തൃത്താല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഷെഫീഖിനെയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPS സമർപ്പിച്ച ശുപാർശയിൽ തൃശൂർ റേഞ്ച് പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായ S. അജിത ബീഗം IPSന്റെ ഉത്തരവ് പ്രകാരം കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് 15 ചുമത്തി നാടുകടത്തിയത്. പട്ടാമ്പി താലൂക്ക് പരിധിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും 1 വർഷത്തേക്കാണ് പ്രവേശന വിലക്ക്. ഉത്തരവ് ലംഘിച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് വേണ്ടി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ തുടർ നടപടികൾ സ്വീകരിച്ചു. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലും തൃത്താല എക്സൈസ് റേഞ്ചിലും തൃശൂർ ജില്ലയിലെ കുന്നംകുളം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ചാലിശ്ശേരിയിൽ വീണ്ടും 2 പേർക്കു കൂടി സൂര്യാഘാതത്തിൽ പൊള്ളലേറ്റു. ചാലിശ്ശേരി കുന്നത്തേരി സ്വദേശി അനൂപിനാണ് വ്യാഴാഴ്ച സൂര്യാഘാതത്തെ തുടർന്ന് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന പടിഞ്ഞാറെ പട്ടിശ്ശേരി സ്വദേശിനി സജി എട്ടൊളിപ്പാറയ്ക്കും സൂര്യാഘാതം ഏറ്റിരുന്നു. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിയിൽ ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്ന പടിഞ്ഞാറെ പട്ടിശ്ശേരി സ്വദേശിനി സജി എട്ടൊളിപ്പാറയ്ക്കും സൂര്യാഘാതമേറ്റു.
വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന വിമുക്ത ഭടൻ ക്യാപ്റ്റൻ കടവാരത്ത് സുബ്രഹ്മണ്യനും 2 ദിവസം മുമ്പ് സൂര്യാഘാതത്താൽ പൊള്ളലേറ്റിരുന്നു. SFIയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. അമേരിക്കയിൽ പാലസ്തീനു വേണ്ടി സമരം നടത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തിയത്. നിരവധി വിദ്യാർത്ഥികൾ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അനൂജ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളാണ് നമ്മൾ. അങ്ങനെ നിരവധിയായ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ലോകത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി ഇസ്രായേലിനു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്കകത്തടക്കം അങ്ങനെ മാറേണ്ട രാജ്യങ്ങളടക്കം അവരെ പിന്തുണച്ചുകൊണ്ട് ആയുധങ്ങൾ അവർക്ക് വേണ്ടി കൈമാറിക്കൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരെയാണ് നാമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കക്കകത്ത് നടന്ന സംഭവം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അമേരിക്ക എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ രാജ്യത്തിനകത്ത് അവിടുത്തെ ജനങ്ങൾക്ക് അതിനെതിരെ അവർ നടത്തിയ സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്താനുള്ള അവകാശങ്ങൾ പോലും ഇല്ല എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നമ്മളൊക്കെ കണ്ട വാർത്ത എന്ന് പറയുന്നത്. അവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചപ്പോൾ അവരെ ആ രാജ്യത്തിനകത്ത് അടിച്ചമർത്തുന്ന സ്ഥിതിയിലേക്ക്, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി സുജിത്, ജിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാതി സർട്ടിഫിക്കറ്റിനായി അരനൂറ്റാണ്ടുകാലമായി പോരാട്ടം നടത്തുകയാണ് 25-അംഗ കുടുംബം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിൽ സ്വന്തം സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന പാണ്ഡ്യൻ, ഭാര്യ വെൻബ് എന്നിവരും അവരുടെ 7 മക്കളും അവരുടെ കുടുംബവും അടങ്ങുന്ന 25 പേരാണ് ജാതി സർട്ടിഫിക്കറ്റിനായി നിയമപോരാട്ടം നടത്തുന്നത്. ഈ ജീവൻ്റെ പേരിൻ്റെ ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജാതി സർട്ടിഫിക്കറ്റ് തരണം. എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. അധ്വാനിച്ചിട്ട് എൻ്റെ കുട്ടികളെ ജീവിക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. കാരണം എൻ്റെ കുട്ടിക്ക് കൊല്ലത്തിൽ 60,000-70,000 ഗുളിക ഞാൻ മേടിച്ചു കൊടുക്കുന്നു. എൻ്റെ ആണുങ്ങളാണെന്ന് വെച്ചാൽ കാലം എപ്പോഴും ഒടിഞ്ഞിട്ട് ആ പ്രോസസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആളാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് വേണം എൻ്റെ കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ. എൻ്റെ കുട്ടിയെ നോക്കാൻ പറ്റാണ്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ ബന്ധുക്കാരൻ്റെ വീട്ടിൽ എത്തിയിട്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ 9ലേക്ക് കഴിഞ്ഞിന് 10ലേക്ക് ചേരണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവന് സീറ്റ് കിട്ടുള്ളൂ. അവർ ജാതി സർട്ടിഫിക്കറ്റ്. പാണ്ഡ്യൻ ചെറുപ്പത്തിൽ പിതാവ് രാമന്റെ കൈപിടിച്ച് തമിഴ്നാട് മധുരയിൽ നിന്നും കേരളത്തിലേക്ക് വരികയും പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കിയതുമാണ്. തങ്ങളുടെ ജീവിതകാലം അവസാനിക്കാനായിട്ടും മക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിഷമത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഹിന്ദു സമുദായത്തിലെ കുറുവൻ വിഭാഗത്തിൽ കഴിയുന്ന ഇവരുടെ മക്കൾക്ക് 35 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് നിഷേധിച്ചു. ജനിച്ച സ്ഥലത്തെ വില്ലേജ് അധികൃതരിൽ നിന്നും കുടുംബത്തിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. 1974 പിതാവിനൊപ്പം ഇവിടെ വന്നയാളാണ് പാണ്ഡ്യൻ. മാതാപിതാക്കൾ കേരളത്തിൽ വെച്ചാണ് മരണപ്പെട്ടത്. പിന്നീട് കേരളത്തിൽ കഴിഞ്ഞ ഇവർക്ക് ജനിച്ച സ്ഥലമോ നാടോ ഒന്നും വ്യക്തമല്ല. കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ കഴിയുന്ന ഇവരുടെ കൂട്ടുകുടുംബങ്ങൾക്ക് അവിടങ്ങളിലെ ഭരണകൂടം ജാതി സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും നീതി നിഷേധത്തിന്റെ സാക്ഷികളായി മാറുകയാണ് ഈ കുടുംബം. SSLC പൂർത്തിയാക്കി ഇപ്പോൾ +2 പഠിക്കുന്ന മകൻ ഉണ്ണികൃഷ്ണന് SSLC ബുക്കിലും ജാതി നിഷേധിക്കുന്നു. മകളായ വിനീത ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലാണ്. ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം സൗജന്യ ചികിത്സയും ആനുകൂല്യവും നിഷേധിക്കുന്നു. കൂലിപ്പണിക്കാരായ ഇവർക്ക് കുട്ടിയുടെ ചികിത്സയ്ക്ക് തന്നെ മാസത്തിൽ നല്ലൊരു സംഖ്യ വേണം. ജില്ലാ കളക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നിരാശ മാത്രം ബാക്കിയാണ്. മക്കളുടെ പഠനവും ചികിത്സയും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയം മൂലം കഴിയുന്ന ഈ കുടുംബം വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതില്ലാത്തതിൻ്റെ പേരിൽ വലിയൊരു പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊരു മകനെ പഠിപ്പിക്കാൻ സാമ്പത്തികമായിട്ട് ചെലവില്ലാത്തതിൻ്റെ പേരിൽ അന്യ സംസ്ഥാനത്ത് കൊണ്ടാക്കിയിട്ട് ആ സർക്കാരിൻ്റെ
ആ ഗവൺമെൻറ് ചെലവിലാണ് ആ കുട്ടി പഠിച്ചു വരുന്നത്. മറ്റൊരു കുട്ടിക്കാണെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖമായിട്ട് ചിത്രയിൽ ചികിത്സയിലാണ്. ഒരു വർഷത്തിൽ ഏകദേശം 1 ലക്ഷം രൂപയോളം മരുന്നിന് മാത്രമായി വേണ്ടി വരുന്നു. അപ്പോൾ നിരന്തരം കൂലിപ്പണിയെടുത്ത് കഴിയുന്ന ഈ ഒരു കുടുംബം വലിയൊരു പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ആരുടെ മുമ്പിലാണ് കൈ നീട്ടേണ്ടതെന്ന് ഇവർക്കറിയില്ല. അവർക്കൊരു ജാതി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ജീവിതം നിലവാരം പുലർത്തുന്നതിന് വേണ്ടിയിട്ട്. CCTV ന്യൂസ് തളി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.